ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം അതിന്റെ 15-ാം വചനം. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. Acts chapter 9 verse 15. But the Lord said to Ananias, Go, this man is my chosen instrument to proclaim my name to the Gentiles and their kings and to the people of Israel. Amen. Praise the Lord. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു, ആമേൻ, മൈ ചോസൺ ഇൻസ്ട്രുമെന്റ്. ആമേൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളാണ് നാം ഓരോരുത്തരും. സ്തോത്രം. നമുക്കറിയാം, ഓരോ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സിനും വ്യത്യസ്തമായ ഉപയോഗങ്ങളാണ്. ഹല്ലേലൂയ. അത് നമ്മെ ഉപകരണങ്ങളായി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവനാമത്തിനു വേണ്ടി നാം പ്രയോജനമുള്ളവരായി കാണപ്പെടേണ്ടതിന്. സ്തോത്രം. നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാകുന്നു. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, കോപപാത്രങ്ങളായിരുന്നു നമ്മെ കർത്താവ് കരുണാപാത്രങ്ങളായി നമ്മെ മാറ്റി. ഹല്ലേലൂയ. അവൻ ഇവിടെ നാം വായിക്കുന്നു, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. അവൻ വീട് ലേഖനങ്ങൾ നാം വായിക്കുന്നു, നമ്മെ കർത്താവ് മാനപാത്രമാക്കും. പ്രൈസ് ദി ലോർഡ്. കുശവന്റെ കയ്യിലിരുന്ന അവൻ പാത്രം ഉടഞ്ഞുപോയി. അവൻ എന്നാൽ ദൈവം അവൻ കുശവൻ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി പണിതതുപോലെ ഇന്ന് പകൽക്കാലം സ്തോത്രം, നാം ഇതിലേത് പാത്രങ്ങളുടെ ഏത് അവസ്ഥയിൽ ഏത് ലിസ്റ്റിലായിരുന്നാലും ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രമാകുന്നു. ഇവിടെ നാം വായിക്കുന്നു, ആമേൻ, ശൗലിനെ കുറിച്ചാണ്. ആമേൻ, സ്തോത്രം. അനന്യാസിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്, ആമേൻ, ശൗൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്നാൽ ഈ അനന്യാസ് എന്ന ശിഷ്യൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന, ദൈവിക ദർശനങ്ങളെ കാണുന്ന, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അനന്യാസ്. എന്നാൽ അനന്യാസിനോട് ദൈവാത്മാവ് ശൗലിന്റെ അടുക്കൽ പോകുവാൻ പറയുമ്പോൾ അനന്യാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 13-ാം വചനം. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്നുത്തരം പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, അല്ല, അവൻ എൻ്റെ നാമം അവൻ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം അവൻ തന്നെയാ. ഹല്ലേലൂയ. ഈ നാളുകളിൽ സ്തോത്രം, ആമേൻ, ആ ദൈവത്തിന്റെ ഭൃത്യനായ ആ മനുഷ്യൻ പോലും പറയുന്നത്, എത്ര ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ ഈ ശൗൽ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറയുന്നത്, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയല്ല ശൗൽ. ആമേൻ. പലർക്കും ഒരു ഭയമാണ്, പലർക്കും ഒരു, ആമേൻ, സ്തോത്രം, വേദനയാണ്, അല്ലെങ്കിൽ പലർക്കും ഒരു ഭാരമാണ് ശൗൽ. ഹല്ലേലൂയ. ദോഷം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക്. ആമേൻ. അങ്ങനെയുള്ള വ്യക്തിയാണല്ലോ ആ ശൗൽ. എന്നാൽ ആമേൻ, അല്ലല്ല, ആമേൻ, നാം എങ്ങനെയുള്ളവരായിരുന്നാലും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുവാൻ കാരണം? അതേ അധ്യായം തന്നെ അതിൻ്റെ 11-ാം വചനത്തിൽ കർത്താവ് അനന്യാസിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 9-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നു, ശൗൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദമസ്കോസിനെ സമീപിക്കുമ്പോൾ ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി, അവൻ നിലത്ത് വീണു. ദൈവാത്മാവ് കൃത്യം വ്യക്തമായി ദൈവം ശൗലിനോട് സംസാരിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് ശൗൽ ആ ദൈവിക സന്ദർശനത്തിന് ശേഷം ശൗൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന കേട്ട ദൈവം, പ്രാർത്ഥിക്കുന്ന ശൗലിനെ കണ്ട ദൈവം അനന്യാസിനോട് പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, നീ പോക. ഹല്ലേലൂയ. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു.
അപ്പൊ നോക്കിക്കേ, ആമേൻ, അധികാരപത്രം വാങ്ങി കടന്നു വരുന്ന ആമേൻ ആ ശൗൽ, ഹല്ലേലൂയ, ദൈവിക സന്ദർശനത്തിന് ശേഷം താൻ പ്രാർത്ഥിക്കുന്നു, ദർശനങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ കടന്നു വരും, കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാഴ്ച പ്രാപിക്കും എന്ന് കണ്ടിരിക്കുന്നു. പ്രൈസലോ. ഈ നാളുകൾ പുറമെ മനുഷ്യർ എന്ത് വിധിച്ചാലും, എന്തു സംസാരിച്ചാലും, എന്തു പറഞ്ഞാലും, പ്രൈസലോ, നമ്മുടെ അന്തരംഗങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ രഹസ്യ ജീവിതത്തെ അവൻ അറിയുന്ന ഒരു കർത്താവുണ്ട്. വ്യക്തിപരമായി നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ദൈവികമായിട്ടുള്ള ദൈവത്തോട് നാം തിരിഞ്ഞു വന്ന അനുഭവത്തിൽ മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായി ദൈവത്തോട് നാം അടുത്തു ചേരുമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശത്തിനാൽ കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. അങ്ങനെ ശൗൽ പ്രാർത്ഥിച്ചു, ശൗൽ ദർശനങ്ങളെ കണ്ടു, അതുപോലെ തന്നെ സംഭവിച്ചു. അനന്യാസ് അവിടെ ചെല്ലുന്നു. ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം ശൗൽ പുറത്തു വരുന്നു. പൗലോസായി, ഒരു അപ്പോസ്തലനായി ശൗൽ മാറി. എത്രയോ ലേഖനങ്ങൾ എഴുതി, എത്രയോ സഭകൾ സ്ഥാപിച്ചു. ഇവിടെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ തന്നെ യേശുവിന്റെ നാമം രാജാക്കന്മാരുടെ മുൻപിലും സകല ജാതികളുടെ മുൻപിലും ഇസ്രായേൽ മക്കളുടെ മുൻപിലും വഹിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമായി തന്നെ അപ്പോസ്തലനായി പൗലോസ് മരണം വരെയും ശോഭിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതേ അധ്യായം തന്നെ അതിന്റെ 22-ാം വചനത്തിൽ നിന്ന് വായിക്കുന്നു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നാം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാനുഷികമായ വാക്കുകൾ, സംസാരങ്ങൾ കേട്ട് നാം ക്ഷണിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ നാളുകളിൽ നാം ഇന്ന് ഏത് അവസ്ഥയിലിരുന്നാലും ദൈവത്തോട് അധികമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കുക. പ്രാർത്ഥിക്കുവാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തോട് ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ, ഒരപ്പനോട് സംസാരിക്കുന്നത് പോലെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്കും ദർശനങ്ങൾ നൽകും, ദൈവ ശബ്ദങ്ങളെ കേൾപ്പിക്കും, ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. നിശ്ചയമായി ദൈവം തന്റെ ഉദ്ദേശത്തിനാൽ നമ്മെ പുറത്തെടുക്കും. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. നാം ദൈവത്താൽ we are chosen instruments of God. ഹല്ലേലൂയ. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളാണ്. കർത്താവ് നിശ്ചയമായി നമ്മെ ഉപയോഗിക്കും. നാം ഉപയോഗമില്ലാത്തവരെന്ന് പറഞ്ഞ് മനുഷ്യർ തള്ളുമ്പോൾ അതേ സ്ഥാനത്ത് ഹല്ലേലൂയ, ഉപയോഗമുള്ളവരാ കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. ദൈവകരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക. മറക്കരുത്, നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളാണ്, പാത്രങ്ങളാണ്. ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമ മഹത്വത്തിനാൽ നമ്മെ പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവമാണ്. ഈ നാളുകളിൽ ഞങ്ങൾ ഓരോരുത്തരും സ്തോത്രം, അങ്ങയാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞങ്ങൾ അറിയുന്ന കർത്താവേ. അങ്ങ് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ തിരഞ്ഞെടുത്തത്, അതിനാൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഈ നാളുകൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലും അധികമായി വളരുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ നാമ മഹത്വത്തിന് അങ്ങടുത്ത് പ്രയോജനപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ട നാളിൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.